ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 39 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു കട്ടോരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ തുണി കണ്ടു, ഇത് നമ്മുടെ ലൈനിങ് പീസും ഇത് നമ്മുടെ ബ്ലൗസ് പീസുമാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൻ്റെ തുണിയെ നമ്മളിതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു. നിങ്ങൾക്കിത് ആവശ്യത്തിനുള്ള വീതിക്കനുസരിച്ച് മടക്കിയും കട്ട് ചെയ്യാം. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസ് നമ്മൾ ഇതുപോലെ നേരെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നേരെ പകുതിയായി മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ താവിൽ കണ്ടോ, ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് താവിലുള്ള ക്രോസ് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു, നേരെ വരഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ ഇവിടെയും കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ ഈ ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ കുത്തനെ വരയുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, 3 ഇഞ്ച് തന്നെ ഷോൾഡർ കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 6 ഇഞ്ച് ഇവിടെയും 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 39 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 43 ഇഞ്ച് കിട്ടും. 43ൻ്റെ 4 10.25 പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 31 ഇഞ്ചാണ്. അപ്പോൾ 31ൻ്റെ 4 ഭാഗം 7.25, അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി, അങ്ങനെ 8.5 ഇഞ്ച് പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി 3/4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബ്ലൗസിൻ്റെ കൈയുടെ റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരു 1.25 പോയിന്റിൽ നമ്മളൊരു മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേർപകുതി കണ്ടോ, 6 ഇഞ്ച് നേർപകുതി മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ റഗാളിനെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ, ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം, നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 4 ഇഞ്ച് കുറക്കുന്നത് നമ്മുടെ ബാക്ക് കഴുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ്. നമ്മളിവിടെ നല്ല വൈഡ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ റൗണ്ടിൽ ഇവിടെ ഒരു മാർക്കിംഗ് കണ്ടോ ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഒക്കെയാണ് നമ്മുടെ വീഡിയോകൾ കൂടുതൽ ചെയ്യുവാനുള്ള പ്രചോദനമാവുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളെ തുണിയെ നേരെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു 4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീര് തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 4 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക. കണ്ടോ, കറക്റ്റായിട്ട് വെക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ കഴുത്തകലം 3 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 4 ഇഞ്ച് കൂടി ഇപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് തീരെ തയ്ക്കുവാനുള്ള. അപ്പോൾ നമുക്ക് 3.25 ഇഞ്ചാണ് നമുക്കിവിടെ മുകളിൽ കിട്ടേണ്ടത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് വെക്കുന്നു. 3.25 ഇഞ്ച് കണ്ടോ, ഇതുപോലെ 3.25 ഇഞ്ച് വെക്കുന്നു. കറക്റ്റ് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ നേരെ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശമൊക്കെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് കുറച്ചുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുകളിലുള്ള തുന്നത്തുണി നമ്മൾ വിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കത്തിന് വേണ്ടിയുള്ള മാർക്കിംഗ് കൊടുക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നേരെ മുകളിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. തുന്നത്തുണി വിട്ടതിന് ശേഷം മാർക്കിംഗ് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് നമ്മുടെ
എങ്ങനെയാണോ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ? ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ് തുടങ്ങുന്നു. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ താവിൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നു. കണ്ടോ? 1 ഇഞ്ചാണ് നമ്മളിവിടെ എക്സ്ട്രാ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. കണ്ടോ? ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 3 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ വരയുക. അതുപോലെ തന്നെ നമ്മുടെ ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമ്മുടെ ബാൻഡിൻ്റെ ഷേപ്പിന് വേണ്ടി ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ബാക്ക് സൈഡ് നേരെയാണ് അതുപോലെ സൈഡ് ഭാഗം കട്ട് ചെയ്യുന്നത്. ഇതിവിടെ മാത്രം നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6 ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒരു 1.25 ഇഞ്ച് ഇറക്കിക്കൊണ്ട് നമ്മൾ ഇതുപോലെ ഇവിടെ കണ്ടോ കൈയുടെ റഗാളിൻ്റെ ഷേപ്പ് ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഒരു 1/2 ഇഞ്ച് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടോ 6.25 പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ 2.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ ആം ഹോൾ കർവ് സ്കെയിലാണ്. ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ വരഞ്ഞെടുക്കാം. കണ്ടോ ഇതുപോലെ വരയുമ്പോൾ നമുക്ക് കട്ടോരിയുടെ ഷേപ്പിൽ നമുക്ക് വൃത്തിയോടുകൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും, മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ താവിലുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡ് നമ്മുടെ ഈ ഒരു ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാൻഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മൾ ഷേപ്പ് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ? ഇനി നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിന് വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. കൂടുതൽ നിങ്ങൾക്കിത് ഫ്രണ്ട് പീസ് പേപ്പർ കട്ടിങ് ചെയ്ത് ബ്ലൗസ് പീസിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലോ ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു വേസ്റ്റ് വരുന്ന ഭാഗമാണിത്. സൈഡ് ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെക്കുക. കട്ടോരിയുടെ ക്രോസ് കട്ടിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ലോ ഇതുപോലെ ക്രോസിലാണ് വെക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ക്രോസിൽ തന്നെ വെക്കുക. നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ക്രോസിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല ക്രോസോടുകൂടി കിട്ടും. ഇനി നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് എങ്ങനെയാണോ അതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്കിത് മാർക്കില്ലാതെ ഇത് ഈ ഒരു പീസിനെ ഇവിടെ വെച്ച് വരഞ്ഞെടുക്കുകയും ചെയ്യാം. പോളിസ്റ്റർ പോലെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ, സാറ്റൻ തുണികൾ പോലെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് നിങ്ങൾക്കവിടെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്കത് ആ ഒരു അളവിൽ വ്യത്യാസമില്ലാതെ കറക്റ്റായി കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിന്ന് 1.5 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയാണോ നമുക്ക് ഇറക്കം വരുന്നത് ആ അളവ് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരയുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു 1.5 ഇഞ്ച് വരെയുള്ള മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഇവിടെ സൈഡ് ഭാഗം ഇവിടെയും നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരയുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മുടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഈ ഒരു സൈഡ് താവിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്യും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഒരു ലൈൻ കൂടി കൊടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പീസ് എടുത്ത് മാറ്റുന്നു.
എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു 1.5 ഇഞ്ച് മാർക്കിൽ ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മുടെ അളവ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നേർപകുതി 5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. കണ്ടോ 10 ഇഞ്ചാണ് കിട്ടിയത്, 5 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. കണ്ടോ 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ചിൽ നിന്ന് ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിലേക്കും ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കും നമുക്ക് കറക്റ്റായി കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈന് നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്പം ഷേപ്പൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ ഈ രണ്ട് ഭാഗത്തു നിന്നും അളക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് വേണം. അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് ഈ ഒരു കോണിൽ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുക, ലൈൻ കൊടുക്കുന്നു. കണ്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരഞ്ഞെടുക്കും. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതിയാണ്, നമ്മുടെ ഈ ഒരു ടെക്കാണ് നമ്മുടെ ബ്ലൗസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കേട്ടോ നമ്മൾ രണ്ടാമത് വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യത്തെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും പേപ്പർ കട്ടിങ്ങിൽ ചെയ്താൽ മതിയെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ കട്ടിങ്ങിലുള്ള തുണി വേസ്റ്റായി പോകുന്നത് കൊണ്ടാണ്. കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യം. നമുക്കിവിടെ മാർക്ക് ചെയ്യുന്നു, ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് കണ്ടോ ഇതാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യം. ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു തുണിയുടെ അളവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പേപ്പർ കട്ടിങ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ലീവാണ് ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ താവ് നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ താവിൽ കണ്ടോ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ കൈയുടെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മുടെ കൈയുടെ ആം ഹോൾ വരുന്ന ഭാഗത്തുള്ള ലൂസ് കണക്കാക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 39 ഇഞ്ചാണ്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറക്കുക, നമുക്ക് 37 ഇഞ്ച് കിട്ടും. 37ൻ്റെ 4 9.25, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 9.5 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. കണ്ടോ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇവിടെ നിന്നും ഒരു 3.5 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ കൈയെ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. താവിലുള്ള ലൂസാണ്. താവിലുള്ള ലൂസ് നമുക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 7 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് കണ്ടോ ഇത് നമ്മുടെ കൈയുടെ ബോഡിയുടെ അളവിനനുസരിച്ച് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയാണ് നമ്മൾ ഈ ഒരു ലൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മുടെ ബാക്ക് ഷോൾഡർ ഭാഗത്ത് തുന്നത്തുണിക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോഡി മാർക്കും ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു റഗാളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ആ ഒരു കൈയുടെ മാർക്കും നമ്മുടെ തോൾ ഭാഗത്ത് വരുന്ന മാർക്കും കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പീസ് ഉണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു പീസിന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി നമ്മളത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്പം ഈ ഒരു ഭാഗത്തുള്ള പീസിനെ നിങ്ങളൊന്ന് മടക്കി കൊടുത്താൽ മതി. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ലത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കൈയുടെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ വരയുന്നു. ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ആ ഒരു കൈയുടെ ഷേപ്പ് നമ്മൾ ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ സ്ലീവിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് അല്പം ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും.
അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്ലൗസ് പീസിൽ നമുക്ക് ഇത് ഈ ലൈനിങ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബ്ലൗസ് പീസാണിത്. ഇതുപോലെ വെക്കുന്നു. നമ്മുടെ കാഞ്ചി കോട്ടൺ തുണിയാണിത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസിനെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നമ്മുടെ റഗാൾ ഭാഗവും ഇതുപോലെ വെക്കുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള തുണി വേസ്റ്റായി പോകാതെ കിട്ടും. ഇനി നമ്മൾ ഇതും ക്രോസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ ക്രോസിൽ തന്നെ ഇതുപോലെ വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്രോസോടുകൂടി തന്നെ കിട്ടും. ഇതുപോലെ വെച്ചാൽ നല്ല ക്രോസോടുകൂടി തന്നെ കിട്ടും. വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ, ഇതുപോലെ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ക്രോസോടുകൂടി നമ്മുടെ ഈ ഒരു കപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിനെ ഇതുപോലെ ഇവിടെ വെക്കുകയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കണ്ടോ വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ ഒരു 1/2 ഇഞ്ച് നമ്മൾ തുന്നി എക്സ്ട്രാ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസുകൾ നമ്മുടെ ബ്ലൗസിൻ്റെ പീസും നമ്മുടെ ലൈനിങ് പീസും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സൈഡ് ഭാഗത്ത് വരുന്ന എക്സ്ട്രാ പീസുകളൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി കൊടുത്തതിന് ശേഷം, ചുരുങ്ങിയത് ഒരു 1/2 ഇഞ്ചെങ്കിലും തുന്നത്തുണി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് തെന്നിമാറി പോവില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീസ് എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താലും പ്രശ്നമില്ല. നിങ്ങൾക്കത് സ്റ്റിച്ചിങ്ങിൽ കറക്റ്റായി കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അല്പം തുണി വെച്ചിട്ട് മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കരവശത്തു നിന്നാണ് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാൻഡാണ്. ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.